മല്ലയ്യ ഈ വട്ടം എന്ത് ചെയ്യും മല്ലയ്യ? ഈ വട്ടം വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ മല്ലയ്യ. എന്റെ പേരിൽ ഒരു കൊല്ലം എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ മല്ലയ്യ. മല്ലയ്യ പെട്ടു മല്ലയ്യ. ശരി എന്നാ. എന്തിനു സാർ അങ്ങനെ റിമൈൻഡർ ഇട്ടിട്ടാണെങ്കിലും ഒരു വർഷമെങ്കിലും എന്റെ ബർത്ത്ഡേ മറക്കാതെ വിഷ് ചെയ്തു കേട്ടോ. എന്റെ കഴിഞ്ഞല്ലോ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് രാവിലെ വിഷ് ചെയ്തിട്ടാണ് പോയത്. ഓഫീസിലെത്തിയിട്ട് ഒന്നുകൂടെ വീഡിയോ കോൾ വിളിച്ച് ബർത്ത്ഡേ മറക്കാത്തതിന്റെ സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ ആദ്യത്തെ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾ കാണുന്നത്. സ്കൂട്ടിയുടെ മുകളിൽ ഇരിക്കുന്ന ലാസ്റ്റ് ഇയർ എന്റെ ബർത്ത്ഡേ മറന്നിട്ട് അന്ന് ഈവനിങ് ഓർത്തപ്പോഴത്തേക്കും വന്ന് എന്റെ പിണക്കം മാറ്റുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് എല്ലാ കൊല്ലവും റിമൈൻഡർ ഇടുമെങ്കിലും ആ റിമൈൻഡർ പോലും പുള്ളിക്കാരൻ മറന്നു. അതിന് ഞാൻ പിന്നെ വലുതായിട്ട് കുറ്റം പറയത്തില്ല. കാര്യം ഞാൻ മനഃപൂർവ്വം തലേദിവസം ഒരു അടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങ് മറന്നുപോകും. ഈ കൊല്ലം ഞാൻ ഇട്ടെങ്കിലും സംഭവം വർക്കായി. ശരിക്കും പറഞ്ഞാൽ വലിയ സെലിബ്രേഷൻസോ കേക്ക് കട്ടിങ്ങോ ഒന്നും ഒരു കൊല്ലം ഉണ്ടാവത്തില്ല കേട്ടോ. ഈവനിങ് ആകുമ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് തരും. അതാണേ പതിവ്. ഇപ്രാവശ്യം പിന്നെ ബർത്ത്ഡേ മറക്കാതെ വിഷ് ചെയ്തുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പതിവൊന്നും തെറ്റിക്കാതെ ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റിന് നല്ല ചേഞ്ചസും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് കൊതി വരുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതല്ലാതെ ഞാൻ ഇന്നലെ കഴിച്ചതുപോലെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് കുറേ 3-4 ദിവസമായിട്ട് നല്ലൊരു ബിരിയാണി കഴിക്കാനുള്ള കൊതി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നാലും ഞാൻ പാരഗണിയിൽ നിന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. പപ്പയും ധ്രുവും കൂടെ പിസ്സ കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ലുലുവിൽ വരുന്നതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊരു പിടിയുണ്ട് കേട്ടോ. ബർത്ത്ഡേസിനൊക്കെ പിസ്സ റെക്കോട്ടയിൽ പോയാൽ നമ്മൾ 50% ബിൽ എമൗണ്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാർജ് 2 പിസ്സ മേടിച്ചു കേട്ടോ. അതിൻ്റെ 50% മാത്രമാണ് നമ്മൾ പേ ചെയ്തത്. ഇപ്രാവശ്യം പപ്പയും മോനും അവിടെ നിന്ന് പിസ്സ മേടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് പിടി കിട്ടി കേട്ടോ. ആ ഷോപ്പൊക്കെ എപ്പോഴേ ക്ലോസ് ആയെന്ന്. ഇപ്പം അതിന് പകരം സെയിം ഷോപ്പിൽ ആസാദിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. ആരെങ്കിലും പോയപ്പോൾ അവിടുത്തെ ചിക്കൻ ബിരിയാണി ഫിനിഷ് ആയി കേട്ടോ. പിന്നെ ഒരു വെറൈറ്റിക്ക് നമ്മൾ ചിക്കൻ സിസ്ലെസ് ആണ് ഓർഡർ ചെയ്തത്. ഒരു 2 കൊല്ലം മുമ്പ് നമ്മളിത് ട്രൈ ചെയ്ത് ഫ്ലോപ്പായതാണെങ്കിലും കണ്ടപ്പോൾ ഒരു കൊതി തോന്നി കേട്ടോ. എന്താണെന്നാൽ ഇപ്രാവശ്യത്തിനും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ 3G ഫീലിംഗ് മാറാൻ വേണ്ടി നമ്മൾ ഫലൂഡ നേഷനിൽ നിന്ന് അടിപൊളി 2 ഫലൂഡയൊക്കെ കഴിച്ചിട്ട് നേരെ ഫണ്ടൂറെ പോയി കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക്. കാലറി ഡെഫിസിറ്റൊക്കെ കാറ്റിപ്പറത്തിയുള്ള ഒരു അടിപൊളി ഹെവി ഡിന്നർ ആയതുകൊണ്ട് തന്നെ നാളെ രാവിലെ കുറച്ചുകൂടെ നേരം വർക്കൗട്ട് ചെയ്യണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താണെന്നാലും പുതിയ വീഡിയോയിൽ കാണാം. ബൈ.